ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ സിമ്പിളായിട്ട് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചടി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത്രയും പീസിലുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാനത് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ബീട്രൂട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് അങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ തൊലിയൊക്കെ അത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നമുക്കിതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്കത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് കിട്ടും. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഇത് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബീട്രൂട്ട് വെച്ചിട്ട് റെഡിയാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ബീട്രൂട്ട് നമുക്ക് അങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനത് മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഗ്യാസിൽ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3-4 സ്പൂണ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂണ് വെള്ളം ഈ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്, നമ്മൾ ആ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് കിട്ടും. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല, ഇതിപ്പോൾ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് അടിക്ക് പിടിക്കണം, ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തന്നെ തിളച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്നും കൂടെ അങ്ങ് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിലൊട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഇത്രയും വെള്ളം ഇതിലുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഈ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ച് അതൊന്ന് ശരിക്കും വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അത് നിങ്ങൾ വിട്ടു പോകരുത്. ഇനി നമുക്ക് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഇതിൽ മുഴുവനായിട്ടുള്ള വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം. ഇതിലെ വെള്ളം വറ്റി വരുന്നതിന് മുമ്പ് നമുക്ക് വറ്റി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് ആ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ ഇനി ഇതിവിടെ കിടന്നിട്ട് വെള്ളം വറ്റി വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ബീട്രൂട്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാനൊരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണ് 1.5 സ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ചേർക്കരുത്. നമുക്കിത് അരഞ്ഞ് കിട്ടാനുള്ള ഒരു ചെറുതായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ല, നല്ല തിക്കായിട്ട് തന്നെയാണ്. നല്ലതുപോലെ അരഞ്ഞിട്ടുമുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ.
ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ പച്ചടി ഒരുപാട് ലൂസായിട്ട് പോകും. നമ്മൾ വെള്ളം അങ്ങനെ ഇല്ലല്ലോ അതിൽ. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് എന്തായി എന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് വന്നിട്ടുമുണ്ട്. ആ വെള്ളമൊക്കെ അതിൽ നിന്ന് വറ്റി പോയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരപ്പ് മുഴുവനായിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിലിട്ട് പോകണ്ട. കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതായിരുന്നു. നമ്മൾ നല്ല ചൂടോടുക്കൻ തന്നെ തൈര് ചേർത്ത് കൊടുത്താൽ തൈര് പിരിഞ്ഞിട്ട് പോകും. അപ്പം നമ്മൾ തീ മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ തൈരും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞത് നമുക്ക് തൈരും ഇതൊക്കെ ചേർക്കുമ്പോൾ ഇതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ചപ്പോൾ ഇതുപോലെ വെള്ളം കൂടുതൽ ചേർക്കണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം ഈ സമയത്ത് ഇനി നമുക്കിത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ശരിക്കും നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3 എടുത്തിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ അങ്ങ് ചട്ടി കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഒരു 2 പ്രാവശ്യം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. നമ്മുടെ കടുകൊക്കെ മുഴുവനായിട്ടും പൊട്ടി വന്നിട്ട് ശേഷം നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിപ്പോൾ പൊട്ടി വന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയുടെ മുകളിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ, സദ്യയുടെ കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളിപ്പോൾ താളിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.